വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം 40. അവൾ സ്വയം ശപിച്ച് ശ്രീദേവിനും സൈമണും ഇടയിലിരുന്നു. ചുറ്റുമുള്ള കോലാഹലങ്ങളൊന്നും അവൾ കാണുന്നതേ ഉണ്ടായിരുന്നില്ല. ശ്രീദേവിന്റെ വിവാഹം മാത്രമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഒരു കാലത്ത് തന്റെ പ്രാണനായ അയാൾ നാളെ മുതൽ മറ്റൊരാളുടെ ഭർത്താവാകാൻ പോകുന്നു. അതവൾക്ക് സഹിക്കാൻ കഴിയുന്നേയില്ല. അങ്ങനെ അവരുടെ സംസാരം കല്യാണത്തെക്കുറിച്ചായി. എടാ, നാളത്തെ കാര്യം എന്തായി? ഒരുക്കങ്ങൾ എവിടം വരെയായി? എല്ലാം സെറ്റല്ലേ? സൈമൺ അന്വേഷിച്ചു. ഓ, എല്ലാം സെറ്റാണേ. നിങ്ങളെല്ലാവരും കൂടെ നാളെ ഒന്ന് വന്നു തന്നാ മാത്രം മതി. ശ്രീദേവ് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അതെ, റിസപ്ഷൻ നമുക്ക് ഗംഭീരാക്കണേ. സൈമൺ അഭിപ്രായപ്പെട്ടു. ആ, അതൊക്കെ അമ്മയാ ഏർപ്പാടാക്കിയിരിക്കുന്നത്. എനിക്ക് തിരക്കായതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ശ്രീദേവ് മറുപടി പറഞ്ഞു. കല്യാണ ചെറുക്കൻ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ, സന്തോഷം. സൈമൺ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? കല്യാണം നാളെ കൊണ്ട് തീരും. എനിക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോണം. ശ്രീദേവ് പറഞ്ഞു. അതെ, നാളത്തെ റിസപ്ഷന് ഞങ്ങൾ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. സൈമൺ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഞങ്ങളെന്ന് വെച്ചാൽ? ശ്രീദേവ് സംശയഭാവത്തിൽ അന്വേഷിച്ചു. ഞാനും ശരത്തും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫുൾ ടീമും. അല്ലടാ, ഇത് വല്ലതും പണിയാണോടാ? ശ്രീദേവ് ചോദിച്ചു. ഹേയ്, ചെറുതായിട്ട്. പണി തന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ ഓർക്കാനാടാ? സൈമൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, ശ്രീദേവ് അലസഭാവത്ത് പറഞ്ഞു. അല്ല, പാർവതി എങ്ങനെയാ? ഇതൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ? സൈമൺ ചോദിച്ചു. പാർവതിയുടെ പേര് കേട്ടപ്പോൾ തന്നെ അമൃതയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അത്രയും നേരത്തെ അവരുടെ സംസാരം തന്നെ അവൾക്ക് അസഹനീയമായിരുന്നു. പക്ഷേ പാർവതി എന്ന പേര് അവളെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചു. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം, എനിക്ക് വാഷ്റൂമിൽ പോണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അവളുടെ തിരിഞ്ഞു നോക്കാതെയുള്ള പോക്ക് കണ്ട് സൈമൺ അന്തം വിട്ട് ശ്രീദേവിനെ നോക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീദേവ്? ഒന്നുമില്ലെന്നുള്ള അർത്ഥത്തിൽ അവൻ കൈകൊണ്ട് കാണിച്ചു. ആ ബഹളത്തിനിടയിൽ അവൾ എങ്ങോട്ടെന്നില്ലാതെ നടന്നു. വാഷ്റൂം എവിടെയാണെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവൾ നേരെ ചെന്ന് ആളൊഴിഞ്ഞൊരു മുറിയിൽ കയറി. അതൊരു സ്റ്റോർ റൂം ആണെന്ന് തോന്നുന്നു. ആരും അങ്ങോട്ട് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവൾ ഡോറടച്ചു. പെട്ടെന്ന് ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടിയ അവൾക്ക് തലയുടെ പെരുക്കം കുറച്ച് കുറയുന്നത് പോലെ. ആ തിരക്കുന്നൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാൻ അവൾ ആഗ്രഹിച്ചു. അവിടുത്തെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾ ആ പഴയ അമൃതയായി. 5 വർഷം മുമ്പുള്ള അമൃത. നിസ്സഹായയായി അന്ന് രാത്രി രാജലക്ഷ്മിയുടെ വീടിനു മുന്നിൽ കൈനീട്ടിയ അമൃത. അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് താനായിരുന്നേനെ പാർവതിയുടെ സ്ഥാനത്ത് എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങി തുടങ്ങി. പൊട്ടി കരയാൻ തുടങ്ങിയവൾ. അവൾക്കാകെ സമനില തെറ്റുന്നത് പോലെ തോന്നി. ശ്രീദേവ് എന്റെയാണ്. അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ എന്നെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. പാർവതിയുടേതല്ല, അവൻ എന്റെ മാത്രമാണ്. അവൾ ആ കരച്ചിലിനിടയിലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സങ്കടം കൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എന്തൊക്കെയാ ചെയ്യുന്നത്, പറയുന്നത് എന്നൊന്നും അവൾക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അവനെ മറ്റൊരാളുടെ ഭർത്താവായി കാണാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല. പാർവതിയുടെ എന്തെന്നില്ലാത്തൊരു അസൂയ തോന്നി. അവന്റെ ഭാര്യയാവാൻ അവൾക്കൊരു യോഗ്യതയില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അമ്മ തെരഞ്ഞെടുത്ത പെൺകുട്ടിയല്ല, അവൻ കണ്ടെത്തിയ പെൺകുട്ടിയാണ് വിവാഹം ചെയ്യേണ്ടതവൻ എന്ന് അവൾക്ക് തോന്നി. പതിയെ പതിയെ ആ കരച്ചിലിനിടയിലൂടെ അവളുടെ ഓർമ്മകൾ ഒരുപാട് വർഷം പിറകിലേക്ക് പോയി. 7 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ അവർ ഒരുമിച്ചുണ്ടായ സമയം. അവൾ എഞ്ചിനീയറിംഗ് റിംഗിലും ശ്രീദേവ് മെഡിക്കൽ റിംഗിലും ആയിരുന്നു. ഒരിക്കൽ ആക്സിഡന്റിലായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോൾ മുതൽ തുടങ്ങിയ സൗഹൃദാണ് അവരുടേത്. പിന്നീട് പല സുഹൃത്തുക്കൾ വഴി അവർ വീണ്ടും കണ്ടുമുട്ടി. അന്ന് ആ ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ച് അവനെ കണ്ടപ്പോ തന്നെ അവൾക്ക് എന്തോ ഒരു പ്രണയം തോന്നി. ആ യൂണിവേഴ്സിറ്റിയിലെ തന്നെ വേറൊരു പെൺകുട്ടിയും ശ്രീദേവിന്റെ പുറകിലുണ്ടായിരുന്നു, സിത്താര. അവളും എഞ്ചിനീയറിംഗ് വിങ്ങിൽ തന്നെയായിരുന്നു. കോളേജിലെ തന്നെ ഒരുപാട് ചെറുക്കന്മാർ അവളുടെ പിറകെ ഉണ്ടായിരുന്നു. അത്രയും സുന്ദരിയായിരുന്നു അവൾ. ശ്രീദേവിനെ പോലെ തന്നെ ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന പെൺകുട്ടി. അതിനേക്കാൾ ഉപരി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും വളരെ റിച്ചായ ഒരു ഫാമിലിയായിരുന്നു അവളുടേത്. പാർവതിയുടേതുപോലെ തന്നെ അത്രയും റിച്ചായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു സിത്താരയും. അമൃതയ്ക്ക് അന്നേ അവളോട് അസൂയ കലർന്നൊരു ദേഷ്യം തോന്നിയിരുന്നു. അങ്ങനെ ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ട്സിന്റെ കൂടെ രാത്രിയിൽ അവർ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി. ശ്രീദേവും സിത്താരയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു പമ്പിലേക്കാ അവര് പോയത്. സിത്താര വളരെ അധികാരത്തോടെ ശ്രീദേവിന്റെ അടുത്ത് വന്നിരുന്നത് അമൃതയ്ക്ക് സഹിച്ചില്ല. അവൾക്ക് സിത്താരയുടെ ഉള്ള ദേഷ്യം ഇരട്ടിച്ചു. പാർട്ടിക്കിടയിൽ അവരെല്ലാവരും കൂടെ ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ട്രൂത്ത് ഓർ ഡ്രിങ്ക്. ട്രൂത്ത് ഓർ ഡെയറിന്റെ വേറൊരു വേർഷനാണത്. കൂട്ടത്തിൽ ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിന് സത്യം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഗ്ലാസ് മദ്യം കുടിക്കണം എന്നതാണ് ആ ഗെയിമിന്റെ റൂൾ. അപ്രതീക്ഷിതമായി സിത്താരയുടെ ചോദ്യം ചോദിക്കാൻ കിട്ടിയ ചാൻസ് അമൃതയ്ക്കായിരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെയുള്ള അവസ്ഥയിലായിരുന്നു അമൃത. അവളൊരു സിപ്പെടുത്ത ശേഷം സിത്താരയെ നോക്കി. ട്രൂത്ത് ഓർ ഡ്രിങ്ക്? ട്രൂത്ത്, സിത്താര നാണത്തോടെ പറഞ്ഞു. നീ എത്ര തവണ ശ്രീദേവിനെ പറ്റിച്ചിട്ടുണ്ട്? അമൃത നിർവികാര്യതയോടെ ചോദിച്ചു. പെട്ടെന്നുള്ള ഈ ചോദ്യം അവിടെയുള്ള ആരും പ്രതീക്ഷിച്ചതല്ല. സിത്താരയ്ക്ക് ഇരുന്ന ഇരിപ്പിൽ ഉരുകിപ്പോയതുപോലെ തോന്നി. അവൾക്ക് തല ഉയർത്തി എല്ലാവരെയും നോക്കാൻ മടി തോന്നി. സോറി, ഞാൻ ട്രൂത്ത് മാറ്റി ഡ്രിങ്ക് ആക്കി. സിത്താര എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു. എന്തേലും ചെയ് എന്ന് പറഞ്ഞ്
അമൃത ഒരു സിപ്പ് കൂടെ എടുത്തു. പിന്നെ ഒന്നും പറയാൻ നോക്കാതെ സിത്താര ഒരു ഗ്ലാസ് ബിയർ എടുത്ത് ഒറ്റ വലിക്ക് കുടിക്കാൻ നോക്കി. പക്ഷെ 2 കവിൾ കുടിച്ചപ്പോ തന്നെ അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവൾ ചുമയ്ക്കാനും തുമ്മാനും തുടങ്ങി. അവളുടെ മുഖം ചുവന്നു തൊടുത്തു. കണ്ണിൽ കണ്ണുനീർ തങ്ങി നിന്നു. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരോടും അവൾ ക്ഷമ ചോദിച്ചു. ഐ എം സോറി ഗൈസ്, എനിക്കിങ്ങനെ ഒറ്റ വലിക്ക് കുടിച്ച് ശീലമില്ല. സോറി. അവൾ അടുത്ത സിപ്പ് എടുക്കാൻ വേണ്ടി ഗ്ലാസ് കയ്യിലെടുത്തു. മതി മതി. അതുവരെ മിണ്ടാതിരുന്ന ശ്രീദേവ് അവളോട് പറഞ്ഞു, നിനക്ക് പറ്റില്ലെങ്കിൽ നീ കുടിക്കേണ്ട സിത്താര, ഇതൊരു ഗെയിം മാത്രമാണ്. അതിനുവേണ്ടി ശ്വാസം മുട്ടി ചാകാനൊന്നും നിൽക്കണ്ട. അത് പറഞ്ഞ് സിത്താരയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിച്ചു വെച്ചു. ശ്രീദേവിന്റെ സിത്താരയോടുള്ള ഈ കരുതൽ അമൃതയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ദേഷ്യത്തോടെ 2 പേരെയും മാറി മാറി നോക്കി. അവളുടെ കണ്ണുകളിൽ അസൂയ വിങ്ങി. ശ്രീദേവും അവളെ ദേഷ്യത്തോടെ നോക്കി. അത് അമൃതയ്ക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്നെ കുറ്റപ്പെടുത്തിയതാണോന്ന് അവൾ ആശങ്കപ്പെട്ടു. അവളുടെ ഹൃദയത്തിൽ അകാരണമായൊരു വേദന രൂപപ്പെട്ടു. അവന്റെ നോട്ടവും പറച്ചിലും എല്ലാം തന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ എത്രത്തോളം സിത്താരയെ കെയർ ചെയ്യുന്നോ അത്രത്തോളം അസൂയ അമൃതയുടെ ഉള്ളിൽ കൂടിക്കൂടി വന്നു. അതെന്താ, അവള് ചുമച്ചപ്പോ നിനക്ക് വേദനിച്ചോ? അമൃത ചോദിച്ചു. ശ്രീദേവ് അത് കേൾക്കാത്തതുപോലെ പറഞ്ഞു, ശരി, അവൾക്ക് വേണ്ടി ഞാൻ കുടിച്ചോളാം. അവൻ ബിയർ എടുത്ത് കുടിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ പിന്നെ ഒന്നും മിണ്ടിയില്ല. തന്നെ മുന്നിലിരുത്തി അവൻ സിത്താരയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അമൃതയ്ക്ക് സഹിച്ചില്ല. അവൾ കലി ഇളകിയതുപോലെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവൾ അന്തം വിട്ട് നോക്കിയിരുന്നു. അവൾ അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പിടിച്ചു വാങ്ങിച്ചു ചോദിച്ചു, നീ എന്തിനാ ബിയർ കുടിക്കുന്നത്? അതും അവൾക്ക് വേണ്ടി? അവൾ നിന്റെ ആരാ? അവൾക്ക് അവളുടെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യവും സങ്കടവും കാരണം അവളുടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. എന്താ, നീ അവളുടെ കാമുകനാണോ? അവൾ ചോദിച്ചു. അയ്യോ സോറി, നീ അവളുടെ എത്രാമത്തെ കാമുകനാ? അവൾ തിരുത്തി. സിത്താരയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പല ബന്ധങ്ങളും ഉണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അമൃത തന്നെ അവളെ പല ചെക്കന്മാരുടെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. നിർത്തമൃത, നീ അതിര് കടക്കുന്നു. ശ്രീദേവ് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അവളോട് പറഞ്ഞു. അടുത്ത നിമിഷം അവൻ ബിയർ എടുത്ത് വാശിയോടെ കുടിക്കാൻ തുടങ്ങി. അമൃത വീണ്ടും അവന്റെ കയ്യിൽ നിന്ന് ആ ബിയർ പിടിച്ചു വാങ്ങി. നിനക്ക് അവൾ കുടിക്കാൻ പാടില്ല എന്നുള്ളതുപോലെ തന്നെയാണ് എനിക്കും. നീ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കുടിച്ചോളാം. നിനക്ക് വേണ്ടി പിടിച്ചു വാങ്ങിച്ച ബിയർ എടുത്ത് അവൾ ഒറ്റ വലിക്ക് കുടിച്ചു. അവളുടെ നെഞ്ച് കത്തുന്നത് പോലെ അവൾക്ക് തോന്നി. ബിയർ ഇറങ്ങിപ്പോയ സ്ഥലങ്ങളൊക്കെ എരിയുന്നത് പോലെ അവൾ കിടന്ന് പുകഞ്ഞു. ഇത് കണ്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ശ്രീദേവ് അവളുടെ കയ്യിൽ നിന്ന് ആ ബിയർ ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചു. നിർത്തമൃതേ, നിന്റെ ഒരു ഭ്രാന്ത്. ഇതൊക്കെ കണ്ട് എനിക്ക് നിന്നോട് സ്നേഹം തോന്നുന്നു തെറ്റിദ്ധരിക്കണ്ട. ഞാൻ അത്തരക്കാരനല്ല. അവനൊന്ന് നിർത്തിയ ശേഷം തുടർന്നു. നീ എന്താ കരുതിയത് സ്നേഹം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് നേടാൻ പറ്റുന്നതാണെന്നോ? എന്നാ അത് അങ്ങനല്ല. അത് 2 പേർക്കും ഒരുപോലെ തോന്നണം. നിന്നെപ്പോലെ ഒരാൾക്ക് മാത്രം തോന്നിയതുകൊണ്ട് അത് പ്രണയമാവില്ല. നീ നിന്റെ പ്രണയത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്താലും അത് എനിക്ക് തോന്നില്ലെങ്കിൽ അതെങ്ങനെ പിന്നെ യഥാർത്ഥ പ്രണയാകും? നിനക്കെന്നെ പ്രണയിക്കാം, അതിന് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതുപോലെ എന്റെ പിറകെ നടന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കിയാലുണ്ടല്ലോ, വിവരം അറിയൂ നീ. മനസ്സിലായോ? അവൻ ഉച്ചത്തിൽ ചോദിച്ചു. അമൃത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ അവൾ അന്താളിച്ചു നിന്നു. അവൻ ഒരിക്കലും ഇങ്ങനെ തന്റെ മുഖത്ത് നോക്കി പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചതല്ല. വാക്കുകൾ കിട്ടാതെ അവൾ നിന്ന് വിയർത്തു. അത്രയും കാലം ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയം അവൾക്ക് മാത്രമേ ഉള്ളൂവെന്ന് ശ്രീദേവിന്റെ നാവിന്ന് തന്നെ കേട്ട സങ്കടത്തിലായിരുന്നു അമൃത. ഇനി ആരോടും ഒന്ന് ചോദിക്കാനും പറയാനും ഇല്ല. അവൾക്ക് എല്ലാത്തിന്റെയും ഉത്തരമായി. പക്ഷേ അവനെ പ്രണയിക്കാതിരിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അവളൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അതെ ശ്രീദേവ്, ഞാൻ എന്റെ പ്രണയത്തിനു വേണ്ടി എന്തും ചെയ്യും. ഏതറ്റം വരെയും പോകും. നിനക്ക് വേണ്ടി ചെയ്യുന്ന എന്തും എനിക്ക് സന്തോഷം മാത്രമേ തരൂ. അതെന്റെ പ്രണയമാണ്. നീ എത്ര നിരസിക്കാൻ നോക്കിയാലും മാഞ്ഞു പോവാത്ത എന്റെ പ്രണയം. നീ തിരിച്ച് പ്രണയിച്ചില്ലെങ്കിലും നിന്നെ പ്രണയിക്കാൻ എനിക്ക് കാരണങ്ങളൊന്നും വേണ്ട. പ്രണയിക്കാതിരിക്കാനാ കാരണങ്ങൾ വേണ്ടത്. അവൾ പറഞ്ഞു നിർത്തി. ഞാൻ പോകുന്നോ എന്നു പറഞ്ഞ് ആരെയും നോക്കാതെ പബ്ബിൽ നിന്നിറങ്ങി. അവളുടെ കണ്ണിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവളുടെ പ്രണയം ഒറ്റ രാത്രി കൊണ്ട് വീണുടഞ്ഞതുപോലെ അവൾക്ക് തോന്നി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ മാത്രം അവന് താൻ അന്യാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ഹൃദയം വിങ്ങിപ്പൊട്ടുന്നത് പോലെ തോന്നി. അവൾ അവിടുന്ന് നേരെ പോയത് യൂണിവേഴ്സിറ്റി ഗാർഡനിലേക്കാണ്. അവിടെ അവൾ എപ്പോഴും ഇരിക്കാറുള്ള പൂമരത്തിന് താഴെ ചെന്നിരുന്ന് അവൾ വീണ്ടും വീണ്ടും കരഞ്ഞു. പ്രണയം നിരസിച്ചതിലല്ല, അവൻ അവളോട് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞതിലായിരുന്നു അവൾക്ക് കൂടുതൽ പരിഭവം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒരു കാൽപെരുമാറ്റം കേട്ടു. ഇരട്ടിനെ മാറ്റി അടുത്തേക്ക് വരുന്ന ആ രൂപം കണ്ട് അവൾ ഞെട്ടി. ശ്രീദേവ്, അമൃതേ വാ പോവാം. അവൻ കുറച്ച് സ്നേഹത്തോടെ അവളെ വിളിച്ചു. അവൾ അവനെ മൈൻഡ് ചെയ്യാതിരുന്നു. അമൃതേ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ വരുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഞാൻ പോകുന്നു. അവൻ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു. അത് വിജയിച്ചു. അവൾ പതുക്കെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു. കരഞ്ഞു കരഞ്ഞു തളർന്നതിനാലും കുറെ മദ്യപിച്ചതുകൊണ്ടും അവൾ ചെറുതായി ആടുന്നുണ്ടായിരുന്നു. അവളുടെ കാലുകൾ ശരിയായി നിലത്ത് പതിക്കാത്തതുപോലെ. നിനക്ക് നടക്കാൻ പറ്റുമോ? അവളുടെ മട്ടും പാവവും കണ്ട് ശ്രീദേവ് അന്വേഷിച്ചു. അവൾ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിന്നു. അപ്പോഴും അവൾ ആടുന്നുണ്ടായിരുന്നു. വാ കേറ്, അവൻ കുനിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു.
അവൾ ഒരു നിമിഷം ഞെട്ടി. ഇവനിത് എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് വാ പൊളിച്ചു നിന്നു. എന്നിട്ട് സന്തോഷം അടക്കാൻ കഴിയാതെ അവന്റെ മുതുക്കിലേക്ക് ഒരു ചാട്ടം വെച്ചു കൊടുത്തു. എത്രയോ നാളായി അവൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വേറെ ആർക്കും അറിയില്ലായിരുന്നു. അവൾക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചതെന്ന് പോലും അവൾക്ക് തോന്നി. സങ്കല്പങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു നിമിഷം ഇനിയുള്ള ജീവിതത്തിലേക്ക് കൂടി അവൾ എടുത്തുവെച്ചു. ആ നിമിഷം അവൾ എത്രമാത്രം സന്തോഷവതിയാണെന്ന് നിർവചിക്കാൻ വാക്കുകൾ മതിയാവാതെ വരും. ശ്രീദേവ്, അവൾ വിളിച്ചു. പറ. അവൻ സൗമ്യമായി വിളി കേട്ടു. നിനക്ക് ശരിക്കും എന്നെ പ്രണയിക്കാൻ കഴിയില്ലേ? എന്റെ പ്രണയത്തിനു വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകുന്ന് വെറുതെ പറഞ്ഞതല്ല. നിനക്ക് വേണ്ടെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ നിനക്കെന്നെ അംഗീകരിക്കാതിരിക്കാനാവില്ല. അവനൊന്നും മിണ്ടിയില്ല. പകരം അവൻ ആ നടത്തം ആസ്വദിച്ചു. അവളെ മുതുകിലേറ്റിയുള്ള നടത്തം ആസ്വദിച്ച് അവൻ ഹോസ്റ്റലിലേക്ക് നടന്നു. അവൾ തളർന്ന് അവന്റെ പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അവൻ മനസ്സിൽ മന്ത്രിച്ചു, സിത്താര എനിക്ക് പറ്റിയ പെണ്ണല്ല, നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഈ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്